വെൽക്കം ടു ഐ+ ട്രെയിനിങ് സൊല്യൂഷൻ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് അതിന്റെ എക്സാം 2017 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. മെയിനായിട്ട് കെമിക്കലിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ മെയിനായിട്ട് 3 ടോപ്പിക് ആണുള്ളത്. ഒന്ന് പാർട്ടിക്കിൾ ടെക്നോളജി റിലേറ്റഡ്, വേറൊന്ന് ഫ്ലൂയിഡ് മെക്കാനിക്സ് റിലേറ്റഡ്, വേറൊന്ന് നമ്മളെ വാട്ടർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, വാട്ടർ പൊല്യൂഷൻ, അതിന്റെ ട്രീറ്റ്മെന്റ്, സാമ്പിളിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ടൈലർ സീരീസ് ദ റേഷ്യോ ഓഫ് അപ്പർച്ചർ സൈസ് ഓഫ് എ സ്ക്രീൻ ടു ദാറ്റ് ഓഫ് നെക്സ്റ്റ് സ്മോളർ സൈസ്. ഇത് ഒരുപാട് PSC ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റ് അടിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴും റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ കഴിഞ്ഞ് നടന്ന ക്വസ്റ്റ്യൻസിലും 2020, 2022 എല്ലാം ചോദിച്ചാണ്. അവരൊന്നെങ്കിൽ അപ്പർച്ചർ സൈസ് ചോദിക്കും അല്ലെങ്കിൽ ഏരിയ ചോദിക്കും. സോ അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. അപ്പർച്ചർ സൈസ് ഓഫ് സ്ക്രീൻ ടു ദാറ്റ് ഓഫ് നെക്സ്റ്റ് സ്മോളർ സൈസ് ആണ്, ബിഗ് ടു സ്മോളർ സൈസ് ആണ്. ആൻസർ എന്ന് പറയുന്നത് √2 ആണ്. ഓക്കെ, ഇനി വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം. ബിഗർ സൈസ് ആണെങ്കിൽ എൻ്റെ ആൻസർ 1/√2 ആയിരിക്കും. ഓക്കെ, സ്മോളർ സൈസിലേക്കാണെങ്കിൽ, അതായത് റേഷ്യോ ഓഫ് അപ്പർച്ചർ സൈസ് ഓഫ് എ സ്ക്രീൻ ടു ദാറ്റ് ഓഫ് നെക്സ്റ്റ് സ്മോളർ സൈസ് ആണെങ്കിൽ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, √2. Okay, the next and sand mixture was screened through a standard 10 mesh screen. The mass fraction of the oversized material in feed, overflow and underflow were found to be 0.45, 0.6 and 0.2 respectively. The effectiveness of the screen based on oversize. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു സ്ക്രീൻ, ഓക്കെ, ഞാൻ ഒരു അരിപ്പ് എടുത്തിട്ട് അരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഫീഡ് കൊടുക്കും. ഫീഡ് കൊടുക്കുമ്പോൾ അതിൽ ഓവർ സൈസ് പാർട്ടിക്കിൾ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതിനെയാണ് നമ്മൾ അണ്ടർ സൈസ് പാർട്ടിക്കിൾ എന്ന് പറയാം. അതായത് ഫീഡ് ഞാൻ എൻ്റെ സ്ക്രീനിലേക്ക് ഇടാണ് അരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫീഡ് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഹോൾസിൽ അല്ലെങ്കിൽ പെർഫറേഷൻസിനേക്കാളും സൈസ് കൂടിയ ആൾക്കാരായിരിക്കും ഓവർ സൈസ് പാർട്ടിക്കിൾ എന്ന് പറയാം. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഫീഡ്, ഞാൻ മെറ്റീരിയൽ ബാലൻസ്, നമ്മൾ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ മെറ്റീരിയൽ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഫീഡ് 2ആയിട്ട് തരംതിരിക്കും. ഓവർ സൈസും ഉണ്ടാവും, അണ്ടർ സൈസും ഉണ്ടാവും. ഓക്കെ, അതിൽ ഓവർ സൈസ് മെറ്റീരിയലിന്റെ ഫ്രാക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? F×XF = D×XD + W×XW. ഓക്കെ, അതല്ലെങ്കിൽ ചിലർ ഈ അണ്ടർ സൈസിന് B കൊടുക്കാറുണ്ട്. അങ്ങനെ B കൊടുക്കുകയാണെങ്കിൽ W പകരം B ഉണ്ടാവും. ഇങ്ങനെയാണെങ്കിൽ B×XB എന്ന് പറഞ്ഞിട്ട് ചില ടെക്സ്റ്റ് ബുക്കിൽ എഴുതാറുണ്ട്. ഓക്കെ, അതായത് F = D + B യും then FXF = DXD + B×XB. ഇതേപോലെ എനിക്ക് അണ്ടർ സൈസ് വെച്ചിട്ട് എഴുതാം. F×1 - XF = D×1 - XD + B×1 - XB. ഓക്കെ, അപ്പോൾ ഇതില് എനിക്ക് ഓവറോൾ എഫക്റ്റീവ്നെസ് എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ എഫക്റ്റീവ്നെസ് എനിക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ബേസ്ഡ് ഓൺ ഓവർ സൈസ്, വേറൊന്ന് ബേസ്ഡ് ഓൺ അണ്ടർ സൈസ്. ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, എൻ്റെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ എഫക്റ്റീവ്നെസ് സ്ക്രീൻ മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ 2 എടുക്കേണ്ടി വരും. അതായത് ഓവർ സൈസ് എടുക്കേണ്ടി വരും, അണ്ടർ സൈസ് എടുക്കേണ്ടി വരും. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എഫക്റ്റീവ്നെസ് ഓഫ് സ്ക്രീൻ ബേസ്ഡ് ഓൺ ഓവർ സൈസ്. ഓക്കെ, ഓവർ സൈസ് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ആൻസർ ഇങ്ങനെയാണ് വരിക: DXD / FXF. അണ്ടർ സൈസ് ആണ് ചോദിക്കുന്നതെങ്കിൽ B×1 - XB / F×1 - XF. ഓക്കെ, ഓവർ സൈസ് ആണ് ചോദിക്കുന്നതെങ്കിൽ DXD / FXF. അണ്ടർ സൈസ് ആണ് ചോദിക്കുന്നതെങ്കിൽ B×1 - XB / F×1 - XF. ഓവറോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ D/F ഉണ്ടാവും, B/F ഉണ്ടാവും, പിന്നെ XD/XF ഉണ്ടാവും, 1 - XB / 1 - XF ഉണ്ടാവും. ഇത്രയും ചെയ്യേണ്ടി വരും ഓവറോൾ എഫക്റ്റീവ്നെസ് ചോദിക്കാം. പക്ഷെ നമുക്ക് സാധാരണ ഏതെങ്കിലും ഒന്നേ ചോദിക്കാറുള്ളൂ, ഒന്നെങ്കിൽ എഫക്റ്റീവ്നെസ് ബേസ്ഡ് ഓൺ ഓവർ സൈസ്. ഇത് പഴയൊരു ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അതിന്റെ വാല്യൂസ് ഇതെല്ലാം മാത്രം. പഴയ ഗേറ്റ് ക്വസ്റ്റ്യൻസ് എന്താ പറയാ, ഇതിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും പഴയ ഗേറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ തന്നെ വാല്യൂസ് മാറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതും ഗേറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മളെ റേഷ്യോ എന്ന് പറയുന്നത് √2, ഏരിയ ആണെങ്കിൽ 2. പിന്നെ
ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതും പാർട്ടിക്കൽ ടെക്നോളജിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഗേറ്റ് ക്വസ്റ്റ്യൻസിലും ഈ ഒരു ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് അടിച്ചിട്ടുള്ളതാണ്. അതായത് എഫക്റ്റീവ് ഓഫ് സ്ക്രീൻ ബേസ്ഡ് ഓൺ ഓവർ സൈസ്. ഇപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ DXD ഡിവൈഡഡ് ബൈ FXF ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു വെച്ചാൽ ഡിയും എഫും ചിലപ്പോൾ തന്നെന്ന് വരില്ല. ഇവിടെ തന്നിരിക്കുന്നതെല്ലാം ഫ്രാക്ഷൻ ആണ്. ഈ XD എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ആണ്, XF എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ആണ്, XB എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ എനിക്ക് എഫക്റ്റീവ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ബേസ്ഡ് ഓൺ ഓവർ സൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇക്വേഷൻ ഇതാണ്, DXD ഡിവൈഡഡ് ബൈ FXF. അപ്പൊ ഞാൻ നേരത്തെ എഴുതിയ ഇക്വേഷൻ ഉണ്ട്, F is equal to D plus W എന്ന് എഴുതാം. അതേപോലെ FXF equal to DXD plus WXW എന്ന് എഴുതാം. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് എനിക്ക് D by F ന് ഒരു വാല്യൂ ഉണ്ടാക്കാം. ഓക്കെ, ആ D by F ന് ഉണ്ടാക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് എൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒരാൾ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് ആയിരിക്കും. സോ അതാണ് എനിക്ക് വേണ്ടത്. അതായത് XF മൈനസ് XB ഡിവൈഡഡ് ബൈ XD മൈനസ് XB. ഇതാണ് D by F ന് പകരം എനിക്ക് സോൾവ് ചെയ്താൽ കിട്ടുക. നിങ്ങളൊന്ന് കാണാതെ പഠിച്ചു വെക്കുക. ഓക്കെ, അതായത് ഈ രണ്ട് ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്താൽ എനിക്ക് D by F ന് പകരം കിട്ടുന്ന ഇക്വേഷൻ ആണ് XF മൈനസ് XB. ഇത് XB ആണ്. WBXB ആക്കി കൊടുക്കുകയാണെങ്കിൽ F is equal to D plus B യും ഞാൻ നേരത്തെ എഴുതി തന്ന ഇക്വേഷൻ F is equal to D plus B യും FXF equal to DXD plus BXB യും. അതായത് ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ആണിത്, D by F is equal to XF minus XB divided by XD minus XB. ഓക്കെ, അപ്പോൾ അതേ ഇൻറ്റു XD by XF. ഇതാണ് എൻ്റെ എഫക്റ്റീവ്നെസ് കാണാനുള്ള ഇക്വേഷൻ. ഇതിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മാത്രം മതി. ഓക്കെ, നമുക്ക് സാധാരണ ഓവർ സൈസിൽ നമ്മൾ പ്രീവിയസ് ഗേറ്റ് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്, അതേ ക്വസ്റ്റ്യൻ തന്നെയാണിത്. പക്ഷെ അതിൽ വാല്യൂസ് ഇവർ മാറ്റിയിട്ടുണ്ടെന്ന് മാത്രം. ഇനി നിങ്ങൾ വാല്യൂസ് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ ഫീഡിന്റെ മാസ് ഫ്രാക്ഷൻ ഓഫ് ഓവർ സൈസ് അയാളാണ് XF. ഓവർഫ്ലോ എന്ന് പറയുന്നതാണ് ഞാൻ എടുത്ത XD. ഓക്കെ, മുകളിലെ D ആണ്, സോ അത് XD. താഴെ B ആണ്, അത് XB. അതായത് ഫ്രാക്ഷൻ ആണ്. ഓക്കെ, അതായത് ഞാൻ കൊടുത്ത 100 കിലോഗ്രാമില് 60 കിലോഗ്രാം ഓവർഫ്ലോ ഉണ്ട്, 40 കിലോഗ്രാം അണ്ടർഫ്ലോ ഉണ്ട്. ഓക്കെ, അപ്പൊ 0.6, 0.4 അങ്ങനെ. ഓക്കെ, അപ്പൊ അതില് എന്റെ ഫ്രാക്ഷൻ ആയിട്ട് ടോട്ടലിൽ എത്രയുണ്ട് എന്നുള്ള കൺസിഡർ ചെയ്യുന്ന ഇക്വേഷൻസ് വെച്ചിട്ടുള്ള എഫക്റ്റീവ്നെസ് ആണിത്. ഈ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി ഇത് സോൾവ് ചെയ്താൽ ആൻസർ കിട്ടും. XF എന്ന് പറയുന്നത് ഇവിടെ ഫീഡിന്റെ എന്ന് പറഞ്ഞാൽ 0.45. ഓക്കെ, ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ XD അത് 0.6, അണ്ടർഫ്ലോ എന്ന് പറഞ്ഞാൽ XB 0.2. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എഫക്റ്റീവ്നെസ് ബേസ്ഡ് ഓൺ ഓവർ സൈസ് XF മൈനസ് XB എന്ന് വെച്ചാൽ 0.4 മൈനസ് 0.2, XD മൈനസ് XB 0.6 മൈനസ് 0.2 എന്ന് പറഞ്ഞാൽ 0.4. ഓക്കെ, ഇൻറ്റു XD എന്ന് പറയുന്നത് 0.6, XF എന്ന് പറയുന്നത് 0.45 ആണ്. സോ 0.45 ആയതുകൊണ്ട് XF മൈനസ് XB എന്ന് പറഞ്ഞാൽ 0.25 ആയിരിക്കും. റെഡി അല്ലേ? XF 0.45, XB 0.2, XF മൈനസ് XB എന്ന് പറയുമ്പോൾ 0.25, ദെൻ XD മൈനസ് XB എന്ന് പറയുമ്പോൾ 0.6 മൈനസ് 2, 0.4, ദെൻ XD എന്ന് പറയുന്നത് 0.6, XF എന്ന് പറയുന്നത് 0.45. സോ ഇതിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ 0.4ഉം 0.6ഉം കട്ട് ചെയ്യുകയാണെങ്കിൽ 3/2 വരും. ഓക്കെ, ദെൻ ഇതിന് ഞാൻ 25 ആക്കാണ്, ഇതിന് ഞാൻ 45 ആക്കാണ്, ലാഭത്തിന് വേണ്ടിയിട്ടാണ്. സോ 3 into 25 75, 2 into 45 90, രണ്ടിലും 5 വെച്ച് കട്ട് ചെയ്യാം. 5 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ 5 5, ദെൻ 25 15, ഇവിടെ 5 5, ദെൻ 18, വീണ്ടും കട്ട് ചെയ്യാം. സോ 5/6, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് വേണമെങ്കിൽ 15 വെച്ച് കട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 5/6 കിട്ടും. 5/6 എന്ന് പറഞ്ഞാൽ 0.8 48, ബാക്കി 20 3 6 18. അതുകൊണ്ടാണ് ആൻസർ 0.83 വരുന്നത്. സോ നിങ്ങൾ ഇക്വേഷൻ ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അണ്ടർ സൈസ് ആണെങ്കിൽ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അണ്ടർ സൈസ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? B into 1 minus XB divided by F into 1 minus XF ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ B by F ന് ഇതൊന്ന് ഇക്വേഷൻ ഉണ്ടാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് നമ്മളുടെ വാട്ടർ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസോൾവ്ഡ് ഓർഗാനിക് പൊല്യൂട്ടൻസ് ഇൻ വാട്ടർ ആർ ജനറലി റിമൂവ്ഡ് ബൈ. നമുക്ക് നമ്മുടെ ട്രീറ്റ്മെന്റ് ഇപ്പോ ഡിസോൾവ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടെ ഉള്ളതായാണ്, അയാളെ നമ്മൾ ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് നടത്തേണ്ടി വരും.
Okay, removed by biological treatment. Option A, biological treatment. നാലാമത്തെ COD ആണ്, chemical oxygen demand of a wastewater sample indicator. Dissolved oxygen content, amount of oxygen needed for saturation, amount of organic matter, amount of readily oxidizable organic part. ഇവിടെ തന്നെ ഉണ്ട് ഓക്സിജൻ ഡിമാൻഡ് ആണ് അല്ലെ, കെമിക്കലിന് വേണ്ടിയിട്ടുള്ള ഓക്സിജൻ ഡിമാൻഡ്. സോ amount of readily oxidizable organic part. ഓക്കെ, ഓക്സിജൻ ഡിമാൻഡ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഓക്സിജൻ ഡിമാൻഡ് അത് സാച്ചുറേഷന് വേണ്ടിയിട്ടുള്ളതല്ല. നമ്മൾ BOD ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ട് ഡിസോൾവ്ഡ് ഓക്സിജൻ ഫസ്റ്റ് ഡേ കണ്ടുപിടിക്കും, ഡിസോൾവ്ഡ് ഓക്സിജൻ ഫിഫ്ത്ത് ഡേ കണ്ടുപിടിക്കും. എന്നിട്ട് ഇവരുടെ തമ്മിലുള്ള ഡിഫറൻസിനെ ഡൈലൂഷൻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ BOD 5 കണ്ടുപിടിക്കുക. പക്ഷെ COD നമ്മൾ അങ്ങനെയല്ല കണ്ടുപിടിക്കുക അല്ലെ, നമ്മൾ ആസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ എമൗണ്ട് ഓഫ് റെഡിലി ഓക്സിഡൈസിബിൾ ഓർഗാനിക് പാർട്ട്, ഇതാണ് എന്ത് COD എന്ന് പറയുന്നത്, ഓപ്ഷൻ ഡി. ഓക്കെ, പെർമനന്റ് ഹാർഡ്നെസ് ഓഫ് എ വാട്ടർ ക്യാൻ ബി റിമൂവ്ഡ് ബൈ, നമുക്ക് ടെമ്പററി ആണെങ്കിൽ ചില കേസിൽ നമുക്ക് ബോയിലിംഗ് ഒക്കെ നടത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ പെർമനന്റ് ഹാർഡ്നെസ് ഒഴിവാക്കണമെങ്കിൽ ഏറ്റവും നല്ല പരിപാടി പറഞ്ഞാൽ അതായത് നമുക്കറിയാം കാൽസ്യം സാൾട്ട് ഉണ്ട്, മഗ്നീഷ്യം സാൾട്ട് ഉണ്ട്, ഇവരെയൊക്കെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ, അയേൺ എക്സ്ചേഞ്ച് ചെയ്യുക അല്ലേ. കാറ്റോണിന് പകരം H+ കൊടുക്കുക, ആനോണിന് പകരം OH- വെച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പൊ H+ഉം OH- കൂടി ചേരുമ്പോൾ എന്ത് കിട്ടും, വാട്ടർ കിട്ടും. ഓക്കെ, അപ്പോൾ H+ OH-. അപ്പൊ ഇതില് നമുക്ക് ഇതൊക്കെ ഇവിടെ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ഇത് കുറച്ച് ന്യൂമറിക്കലാണ്. പക്ഷെ ന്യൂമറിക്കല് ഞാൻ അത് വന്ന മെത്തേഡ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇക്വേഷൻ ഡയറക്റ്റ് ഒന്ന് കാണാതെ പഠിച്ചു വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യാനേ ഉള്ളൂ. ഓക്കെ, സോ അവിടെ സോൾവ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് ഇവിടെ ഈ തിയറിയിൽ നിങ്ങൾക്ക് ലാഭിക്കാവുന്നതാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നാണ്. പൈപ്പ് ഓഫ് ഇന്നർ ഡയമീറ്റർ 10 cm. ഇതും പഴയൊരു ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അതിൽ വാല്യൂസ് ഡിഫറെന്റ് ആണെന്ന് മാത്രം. അതേ ഗേറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, അവിടെ 5ഉം 2ഉം ആയിരുന്നു തോന്നുന്നു, ഇവിടെ അതിന് പകരം 10ഉം 5ഉം ആക്കി മാറ്റിയേ ഉള്ളൂ. കെമിക്കൽ ഒരു ഗേറ്റ് ക്വസ്റ്റ്യൻ ആണത്. പൈപ്പ് ഓഫ് ഇന്നർ ഡയമീറ്റർ 10 cm ഈസ് ബൈഫർക്കേറ്റഡ് ഇൻടു 2 പൈപ്പ്. അതായത് 10 cm ഉള്ള പൈപ്പിനെ 5 cm ഉള്ള പൈപ്പാക്കി. ഈച്ച് 2 പൈപ്പ്. Okay, inner diameter 5 cm each. If the average velocity of water flowing through the main pipe is 10 meter per second, the average velocity of water flowing through the bifurcated pipe. അപ്പോൾ ഇതില് നമ്മളുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, A1V1 = A2V2 അല്ലെ. ഏരിയ എന്ന് പറയുന്നത് നമ്മൾ എന്തിനു പ്രൊപ്പോർഷൻ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഏരിയ നമ്മൾ π/4 d² ആണ് എടുക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട് d1² V1 = d2² V2 അല്ലെ, d1² V1 = d2² V2. അപ്പൊ ഇതില് നമുക്ക് ചെയ്യാൻ പറ്റിയ എന്താന്ന് വെച്ചാല് ഫസ്റ്റ് ഡയമീറ്റർ എന്ന് പറയുന്നത് 10 ആണ്. സോ 10² അതിന്റെ വെലോസിറ്റി 10 ആണ്. ദെൻ സെക്കൻഡ് ഡയമീറ്റർ 5², അതിന്റെ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ബൈഫർക്കേറ്റഡ് ഇൻടു 2 പൈപ്പ് അല്ലേ, ഈ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യന്റെ ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബൈഫർക്കേറ്റഡ് ഇൻടു 2 പൈപ്പ്, 2 × 5² × V2. റെഡി അല്ലേ? അപ്പോ ഈ 2 ചെയ്തില്ല എങ്കിൽ ആൻസർ വേറെ ആയിരിക്കും, 2 ചെയ്താലേ എൻ്റെ കറക്റ്റ് ആൻസറിലേക്ക് പോകുള്ളൂ. അപ്പോൾ 5² 25, 25 × 2 50, 10² എന്ന് പറഞ്ഞാൽ 100, 100ന് 55 കട്ട് ചെയ്താൽ 2, 2 × 10 20 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, റെഡി അല്ലേ? സോ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ പറഞ്ഞു നമ്മളുടെ പഴയ ഒരു പ്രീവിയസ് എന്താണ് ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിലുള്ള അതേ എന്താ പറയുക വാല്യൂസ് ഒഴികെ ബാക്കിയുള്ളതെല്ലാം സെയിം ആണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ എന്താണ് പാർട്ടിക്കിൾ ടെക്നോളജിയിലുള്ള എഫക്റ്റീവ്നെസ് കാണാനുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, നമ്മളുടെ പ്രീവിയസ് ഗേറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ അതെന്ന് വെച്ചാൽ ഇത് ഒരുപാട് എന്താ പറയുക ഈ 2005 2010 ഒന്നുമല്ല, 1990 to 1995 അങ്ങനത്തെ സമയത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ,
അപ്പോൾ ആ ക്വസ്റ്റ്യൻസിന്റെ വാല്യൂസുകളുടെ മാറ്റമാണ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ പ്രീവിയസ് ഗേറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂണിറ്റ് ഓപ്പറേഷൻസ് എന്നോ അല്ലെങ്കിൽ എം സുബുവിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്നോ എം സുബുവിന്റെ ബുക്കിൽ നിന്നോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇതേപോലത്തെ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നതാണ്. ഓക്കെ, ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ അത് നോക്കിയാലും മതി. നെക്സ്റ്റ് സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ ഐഡിയൽ ഫ്ലൂയിഡ് റെയ്നോൾഡ്സ് നമ്പർ എന്താണെന്ന്. റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം du rho by mu ആണ്. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മോഡലാണ് അല്ലെ. ഐഡിയൽ ഫ്ലൂയിഡിന്റെ പ്രത്യേകത എന്താ? വിസ്കോസിറ്റി 0 എന്നാണ് നമ്മൾ പറയാം അല്ലെ. വിസ്കോസിറ്റി ഇല്ലാത്ത ഒരു ഫ്ലൂയിഡ് ആണ്, ഒരു മോഡലാണ് അല്ലെ. ഒരു എന്താ പറയാ, ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്ന പോലെ എന്താ പറയാ, ഒരു കാണിക്കാൻ പാകത്തിൽ വെച്ചിരിക്കുന്ന ഒരു മോഡലാണ്. പക്ഷെ അത് എത്തുമോന്ന് വെച്ചാൽ ഇല്ല. വിസ്കോസിറ്റി 0 ആണ് എന്നുള്ളതാണ് നമ്മുടെ ഐഡിയൽ ഫ്ലൂയിഡ്. അപ്പോൾ വിസ്കോസിറ്റി 0 ആണെങ്കിൽ റെയ്നോൾഡ്സ് നമ്പർ എന്താ വരിക? അതെ, വിസ്കോസിറ്റി എടുക്കുന്ന എവിടെയാ? ഡിനോമിനേറ്ററിലാണ്. സോ അങ്ങനെയാണെങ്കിൽ റെയ്നോൾഡ്സ് നമ്പർ എന്താ വരിക? ഇൻഫിനിറ്റി. ഓപ്ഷൻ എ ഇൻഫിനിറ്റി. അതേപോലെ നെക്സ്റ്റും എന്റെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഉള്ളതാണ്. വെലോസിറ്റി പ്രൊഫൈൽ ഫോർ ബിങ്കം പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് ഫ്ലോയിങ് അണ്ടർ ലാമിനാർ കണ്ടീഷൻസ് ഇൻ എ പൈപ്പ്. പാരാബോളിക് ആണോ, ഫ്ലാറ്റ് ആണോ, ഫ്ലാറ്റ് നിയർ വാൾ ആൻഡ് പാരാബോളിക് ഇൻ ദ മിഡിൽ, പാരാബോളിക് നിയർ വാൾ ആൻഡ് ഫ്ലാറ്റ് ഇൻ ദ മിഡിൽ. നമ്മൾ വെലോസിറ്റി പ്രൊഫൈൽ കാണിക്കുമ്പോൾ നമ്മൾ ബൗണ്ടറി ലെയറിന്റെ ഒക്കെ കൺസിഡറേഷൻ കൊടുക്കുമ്പോൾ വാളിലേക്ക് എത്താൻ തുടങ്ങുമ്പോൾ അതെന്തായിട്ട് മാറും? പാരാബോളിക് ആയിട്ട് മാറും. ഓക്കെ, അതായത് സെൻട്രലാണ് അല്ലെ നമ്മുടെ പൈപ്പിന്റെ വെലോസിറ്റി നിങ്ങൾ നോക്കിയാൽ മതി. സെൻട്രലാണ് നമുക്ക് ഇങ്ങനെ പാരാബോളിക് അല്ലെ പുറത്തേക്ക് വരുന്നതിനനുസരിച്ച്. അപ്പോൾ നിയർ ദ വാള് പാരാബോളിക് ആണ്, മിഡിൽ എന്തായിരിക്കും? ഫ്ലാറ്റ് ആയിരിക്കും. ഫ്ലാറ്റ് ഇൻ ദ മിഡില്, പാരാബോളിക് നിയർ ദി വാള്. നെക്സ്റ്റ് ഹൈഡ്രോളിക് ഡയമീറ്റർ ഓഫ് ആൻ ആനുലസ് ഓഫ് ഇന്നർ ആൻഡ് ഔട്ടർ ഡയമീറ്റർ. ഇതും പഴയ ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്. പഴയ ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതില് അവർ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ നമ്മളുടെ ഇക്വലന്റ് ഡയമീറ്ററിന്റെ അതേ തന്നെയാണ് ഹൈഡ്രോളിക് ഡയമീറ്ററിന്റെ ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത്. അതായത് 4 ഇൻറ്റു ഹൈഡ്രോളിക് റേഡിയസ്, അതായത് 4 ഇൻറ്റു ഫ്ലോ ക്രോസ് സെക്ഷണൽ ഏരിയ ഡിവൈഡഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ. അപ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം πr സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ പൈ ഇൻറ്റു ഔട്ടർ റേഡിയസ് വെച്ചിട്ടുള്ളത് RO സ്ക്വയർ, ഇന്നർ റേഡിയസ് വെച്ചിട്ടുള്ള RI സ്ക്വയർ, പൈ ഇൻറ്റു RO സ്ക്വയർ മൈനസ് RI സ്ക്വയർ ഡിവൈഡഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ എന്ന് വെച്ചാൽ ഒന്ന് πROയും വരും, 2πROയും വരും, വേറൊന്ന് 2πRIയും വരും അല്ലെ. ഇതാണ് നമ്മളുടെ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയാം. അപ്പൊ അത് ഇന്നർ ഔട്ടർ രണ്ട് ഡയമീറ്റർ വെച്ചിട്ടുള്ളതുണ്ട്, 2πROയും ഉണ്ട് 2πRIയും ഉണ്ട്. ഓക്കെ, ഇതിൽ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 4 ഇൻറ്റു പൈ കോമൺ ആയിട്ട് എടുത്താൽ RO സ്ക്വയർ മൈനസ് RI സ്ക്വയർ വരും. ഇതിൽ 2π കോമൺ ആയിട്ട് എടുത്താൽ RO പ്ലസ് RIയും വരും. 4πയും 2πയും കട്ട് ചെയ്താൽ ബാക്കി 2 ഉണ്ട്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് എനിക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പോൾ RO മൈനസ് RI ഇൻറ്റു RO പ്ലസ് RI എന്ന് എനിക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇയാൾ രണ്ടാളും കട്ടാവും. സോ ആൻസർ എന്ന് പറയുന്നത് 2 ഇൻറ്റു RO മൈനസ് RI ആയിരിക്കും. ഓക്കെ, 2 ഇൻറ്റു RO മൈനസ് RI ആയിരിക്കും. ഇതാണ് എൻ്റെ ആൻസർ. Then last, ഇതും ഒരു ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ടിക്കിൾ ഓഫ് ഡയമീറ്റർ 10 മൈക്രോൺ സെറ്റിൽസ് ഇൻ അലോയ്ഡ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഇതിൽ വാല്യൂസ് അവർ മാറ്റിയിട്ടേ ഇല്ല. 0.9 and viscosity 10 points under Stokes law. A particle B with diameter 20 micron settling in the same oil will have a setting velocity. നമ്മളുടെ സ്റ്റോക്സ് ലോയില് നമ്മൾ പറയുന്നുണ്ട് എൻ്റെ വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു dp സ്ക്വയർ. ഇവിടെ പാർട്ടിക്കിളിന്റെ ഡയമീറ്റർ 10 ആയിരുന്നു, അത് 20 ആയി എന്ന് വെച്ചാല് ഡയമീറ്റർ ഡബിൾ ആക്കി. ഓക്കെ, dp ആയിരുന്നത് 2dp ആക്കി. അപ്പോ വെലോസിറ്റിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? 4 times dp സ്ക്വയർ അല്ലെ. dp 2dp അല്ലെ, 2dp ന്റെ സ്ക്വയർ 4dp സ്ക്വയർ. ഓക്കെ, ut is proportional to dp സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ut2 ഡിവൈഡഡ് ബൈ ut1 is equal to dp2 സ്ക്വയർ ഡിവൈഡഡ് ബൈ dp1 സ്ക്വയർ. dp2 എന്ന് പറഞ്ഞാൽ എന്താ? 2dp1 ആണ്. അപ്പോ 2dp1 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4dp1 സ്ക്വയർ ആവും അല്ലെ. സോ 4 ടൈംസ് ഇത്രയേ ഉള്ളൂ. 10 മൈക്രോൺ 20 മൈക്രോൺ ആക്കി. നിങ്ങൾ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഡബിൾ ആക്കിയാൽ 2 സ്ക്വയർ 4 ടൈംസ്, ട്രിപ്പിൾ ആക്കിയാൽ 3 സ്ക്വയർ 9 ടൈംസ്. അതാണ് ഇതിന്റെ ലോജിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത്
4 times as that of A. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലെ കൂടുതൽ ക്വസ്റ്റ്യൻസും ഗേറ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നിങ്ങളൊന്ന് കെമിക്കലിലെ ഗേറ്റ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ കാണാവുന്ന തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം. പിന്നെ ഇതിൽ പ്രോബ്ലമാറ്റിക്കൽ എന്ന് പറയുന്നത് ഒന്ന് നമ്മളെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലമാറ്റിക് ഉണ്ട്, പിന്നെ ഹൈഡ്രോളിക് ഡയമീറ്ററിന്റെ, അതായത് നമ്മളുടെ ഡെഫിനിഷൻ വെച്ചിട്ട് ചെയ്യാനുള്ളതാണ്. വേറൊന്ന് നമ്മളുടെ എഫിഷ്യൻസിന്റെ ഇക്വേഷൻസ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഓവർ സൈസും അണ്ടർ സൈസും നിങ്ങളൊന്ന് നോക്കി വെച്ചാണ്. ഓക്കെ, ഇപ്പൊ ഇത്രയാണ് നമുക്കുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് നമ്മളെ 3 സബ്ജക്റ്റ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ ടെക്നോളജി, ഫ്ലൂയിഡ്, വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിൽക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.